നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഇംപ്രൂവ്മെന്റ് അടുത്ത മാസം. ഇങ്ങനെയുള്ള വാർത്തകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അപ്ഡേഷൻ വളരെ ആവശ്യമാണ്. ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും സേക്കാർ ഒരുപാട് കുട്ടികളാണ് എഴുതുന്നത്. കാരണം ഈ വട്ടത്തെ +1ന്റെ വിജയശതമാനം, റെഗുലർ കുട്ടികളുടെ വിജയശതമാനം തന്നെ 62% ഉള്ളൂ. കാരണം 38% കുട്ടികൾ തോറ്റു. 1,60,000-അടുത്ത് കുട്ടികൾ +1ൽ ഫെയിലായി എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ സെയിലാണെങ്കിൽ +2 സേ എഴുതിയ 83,000 കുട്ടികളിൽ ഏകദേശം 50,000 കൂടുതൽ കുട്ടികൾ ഫെയിലായി. അന്നേരം എല്ലാവരും കാത്തിരിക്കുന്ന ഇമ്പ്രൂവ്മെന്റാണ്. കാരണം ഫെയിലായ കുട്ടികൾ, ഇമ്പ്രൂവ്മെന്റ് 3 വിഷയം ചെയ്യാൻ കാത്തിരിക്കുന്ന കുട്ടികൾ, അങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള റൂമേഴ്സാണ് വരുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ എല്ലാ ദിവസവും ഇപ്പോൾ ഓൺലൈൻ ബാച്ചസ് എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് ഒരുപാട്, ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒക്കെ എല്ലാം നമുക്ക് പതുക്കെ റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അതുപോലെ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. വളരെ പരിമിതമായ ഫീസ്, ഈ പറഞ്ഞ പോലെ ഉറപ്പിച്ച് ജയിക്കാം എന്ന് വിചാരിച്ച് മാത്രം ചേർന്നാൽ മതി, നിങ്ങൾ ജയിച്ചിരിക്കും. അന്നേരം പറഞ്ഞു വരുന്നത് അടുത്ത മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഈ പറഞ്ഞ പോലെ ചെറിയ വലുതായിട്ടുള്ള ചാനൽസ് എല്ലാം ഈ പറഞ്ഞ പോലെ അടുത്ത മാസം ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഏകദേശം ഉറപ്പിച്ചു. അതായത് ഓഗസ്റ്റ് മാസം. ഒരിക്കലും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഓണപ്പരീക്ഷ നടക്കുകയാണ്. +2ന്റെ +1 അങ്ങോട്ട് കയറിയുള്ള ഓണപ്പരീക്ഷ നടക്കുകയാണ്. ആ ഓണപ്പരീക്ഷയും ഓണവും കഴിയുന്നതോടെ ഓഗസ്റ്റ് തീർന്നു. സെപ്റ്റംബറിൽ നടത്തത്തില്ലെന്ന് ഉറപ്പാണ്. എന്നാലും പലരും പറഞ്ഞു സെപ്റ്റംബർ പകുതിയോടുകൂടി, സെപ്റ്റംബർ ആദ്യം. അങ്ങനെ ഇല്ല. സെപ്റ്റംബറിൽ ഉറപ്പായിട്ടുമില്ല. പിന്നെ ഒക്ടോബറിൽ നടത്താനുള്ള കാരണം, ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ +2കാരുടെ പ്രൈം സമയമാണ്. പിന്നീട് പ്രാക്ടിക്കലും കലോത്സവം ഒക്കെ ഉണ്ട്. ഒക്ടോബർ പകുതിക്ക് ശേഷമെന്നാണ് ഇതുവരെ നിശ്ചയിച്ചിരിക്കുന്ന കറക്റ്റ് വാർത്ത. അന്നേരം ഒക്ടോബർ പകുതി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ബാക്കിയുള്ള റൂമേഴ്സിനെല്ലാം മാറ്റി വെച്ചേക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഒരിടത്തായിരിക്കണം. ഇനി ഒക്ടോബർ പകുതിക്ക് ശേഷം നോട്ടിഫിക്കേഷൻ അടുത്ത ദിവസം, അടുത്ത ഒരു 10 ദിവസങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അന്നേരം ചിലപ്പോൾ ടൈം ടേബിൾ ഉൾപ്പെടെ ആയിരിക്കും വരുന്നത്. വിശദമായ എല്ലാ കാര്യങ്ങളും വരും. അന്നേരം 3 വിഷയം വരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിഷയം ചെയ്യാം, 2 വിഷയം ചെയ്യാം, 3 വിഷയം വരെ നമുക്ക് ഇമ്പ്രൂവ്മെന്റോ സേവോ എഴുതാനുള്ള ചാൻസ് ആണ്. ഈ ചാൻസ് കളയരുത്. എല്ലാവർക്കും നമ്മുടെ ബാച്ചസിൽ ചേരാം. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. വളരെ തുച്ഛമായ ഫീസിൽ, എന്നാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ട്, തോക്കത്തില്ല എന്ന ഉറപ്പോടുകൂടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സ്ആപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. കൃത്യമായിട്ട് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അന്നേരം റൂമേഴ്സിനൊക്കെ വിട നൽകുക. പഠിക്കാൻ തുടങ്ങുക. നമ്മുടെ ബാച്ചസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. ഓക്കെ, തയ്യാറാണെങ്കിൽ മാഷൻ റെഡിയാണ്. നെവർ എവർ ഗിവ് അപ്പ്.